பாருங்க, அவருடைய ரத்தம் நமக்கு ஒரு மறைவு, ஒரு பாதை, டிவைன் ப்ரொடெக்ஷன், தெய்வீக பாதுகாப்பு. ആകയാൽ യേശുവിന്റെ രക്തം നമുക്ക് ദൈവിക സുരക്ഷ നൽകുന്നത് ഒരു മറവിടമാകുന്നു. മായயான இந்த മറവിടത്തിലിருந்து, ഈ വ്യാജമായ മറവിടത്തിൽ നിന്ന് യേശുവിൻ പുണ്യ രക്തം, യേശുവിന്റെ പരിശുദ്ധ രക്തം ഒരു മനുഷ്യനെ വിടുതലയാക്കി, ഒരു മനുഷ്യനെ വിടുതൽ നൽകി അവനെ ആണ്ടവരുടെ രക്തത്തിൻ മറവിക്കുള്ള കൊണ്ടുവരുகிறது. കർത്താവിന്റെ രക്തമാകുന്ന മറവിടത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ അരുമയാനവരുടെ പാതുകാക്കും രക്തത്തിക്കാக ഒരു നിമിഷം സ്തോത്രം பண்ணுங்க. തന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നമ്മെ സൂക്ഷിപ്പിന്റെ രക്തത്തിനായി ചേർന്ന് അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എവളു உங்களுக்கு அது மேன்மை தெரியல. ഇതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു നാൾ ഞായർ ആരാധന നടന്നിട്ട് ഇരുந்துச்சு. ഒരു ദിവസം ഞായറാഴ്ച സഭ നടക്കുകയായിരുന്നു. ഒരു പിശാച് എഴുന്നേറ്റ് சொல்லுது, ഒരു പിശാച് എഴുന്നേറ്റ് എന്ന് പറയുന്നു,